ഹെഡിംഗ്ലിയിൽ ഞാൻ ബാറ്റിങ്ങിനായി ക്രീസിലെത്തുമ്പോൾ ഒരു ക്യാപ്റ്റനെ ആയിരിക്കില്ല നിങ്ങൾ മൈതാനത്ത് കാണുക. ശുഭ്മാൻ ഗിൽ എന്ന ന്യൂ നമ്പർ 4 ആയിരിക്കും. ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദങ്ങളെയൊക്കെ ആ സമയമെടുത്ത് ഞാൻ ദൂരെ കളയും. ഇംഗ്ലീഷ് മണ്ണിൽ ഈ സീരീസ് കൊടികിറങ്ങുമ്പോൾ ഏറ്റവും മികച്ച ബാറ്റർ ആരാണെന്ന ചോദ്യത്തിന് ശുഭ്മാൻ ഗിൽ എന്ന് നിങ്ങൾ മറുപടി പറയണം. ലീഡ്സിൽ ഇംഗ്ലണ്ടിനെതിരെ ആദ്യ ടെസ്റ്റിനിറങ്ങും മുമ്പ് ശുഭ്മാൻ ഗിൽ പറഞ്ഞു വച്ചത് ഇങ്ങനെയാണ്. 25 വയസ്സും 286 ദിവസവുമാണ് ഗില്ലിൻ്റെ പ്രായം. 93 വർഷത്തെ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്ന പ്രായം കുറഞ്ഞ 5ാമത്തെ താരം. മൻസൂർ അലി ഖാൻ പട്ടൗഡി, സച്ചിൻ ടെണ്ടുൽക്കർ, കപിൽ ദേവ്, രവി ശാസ്ത്രി, മുന്നിലുള്ളതൊക്കെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ നാമങ്ങൾ. ബാസ്ബോൾ ശൈലിയിൽ കളിക്കുന്ന ഇംഗ്ലണ്ടിനെ അവരുടെ മണ്ണിൽ എങ്ങനെയാകും ഇന്ത്യ നേരിടാൻ പോകുന്നത്? പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഗിൽ നേരിട്ട ഏറ്റവും വലിയ ചോദ്യങ്ങളിൽ ഒന്ന് അതായിരുന്നു. ഒറ്റ വരിയിൽ അയാൾ ഇങ്ങനെ മറുപടി നൽകി: യു വിൽ നോ ഇൻ ഓഗസ്റ്റ്. ഓഗസ്റ്റ് 4 ഇംഗ്ലീഷ് മണ്ണിൽ 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരക്ക് തിരശ്ശീല വീഴുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ശുഭ്മാൻ ഗിൽ യുഗം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് അയാൾ പറയാതെ പറഞ്ഞു വച്ചത്. 12 മിനിറ്റ്, 1 റൺസ്, 6 പന്തിനിടെ വീണ 2 വിക്കറ്റുകൾ. ഹെഡിംഗ്ലിയിൽ ഇന്ത്യക്ക് അനുകൂലമായി ഒഴുകിയിരുന്ന മത്സരം പൊടുന്നനെ തിരിയുകയായിരുന്നു. ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഒരു അപകട മുനമ്പിലായിരുന്നു ഇന്ത്യ. പിന്നെ ജയ്സ്വാളിനൊപ്പം ക്യാപ്റ്റൻ ഗില്ലിന്റെ രംഗപ്രവേശം. ഏറെക്കാലമായി 4ാം നമ്പറിൽ വിരാട് കോഹ്ലിയുടെ മുഖം മാത്രം കണ്ടു പരിചയിച്ച ആരാധകർക്ക് അതൊരു അപരിചിത കാഴ്ചയായിരുന്നു. ഇന്ത്യൻ മൈതാനങ്ങളിൽ നിറഞ്ഞു കളിക്കാറുള്ള ഗിൽ വിദേശ പിച്ചുകളിൽ പ്രതീക്ഷക്കൊത്തുയരുന്നില്ല എന്ന വിമർശനം ഏറെക്കാലമായി ക്രിക്കറ്റ് ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അതിൽ ശരിയുമുണ്ട്. സമീപകാല പരമ്പരകളൊക്കെ ഈ വാദങ്ങളെ അരക്കിട്ടുറപ്പിക്കും. എന്നാൽ ഹെഡിംഗ്ലിയിൽ ഇന്നലെ ഒരു പുതിയ ഗില്ലിനെയാണ് ആരാധകർ കണ്ടത്. ഗിൽ ക്രീസിലെത്തുമ്പോൾ 42 റൺസ് ആയിരുന്നു ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെ സമ്പാദ്യം. അടുത്ത 45 മിനിറ്റിൽ ജയ്സ്വാൾ 53-ലെത്തുമ്പോഴേക്കും ഗിൽ സ്കോർ ബോർഡിൽ 40 റൺസ് ചേർത്ത് കഴിഞ്ഞിരുന്നു. ബാസ്ബോൾ ശൈലിയിൽ കളിക്കുന്ന ഇംഗ്ലണ്ടിനെ ഗില്ലിന്റെ ഇന്ത്യ എങ്ങനെയാകും നേരിടാൻ പോകുന്നത് എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് പിന്നെ ലീഡ്സ് കണ്ടത്. ഗില്ലിന് മുന്നിൽ ക്രിസ് വോക്സ് അടക്കമുള്ള ഇംഗ്ലീഷ് ബോളർമാരൊക്കെ നിരായുധരായി. 56 പന്തിൽ അർദ്ധ സെഞ്ചുറി കുറിച്ച ഇന്ത്യൻ നായകൻ ഒരു വേള താനിപ്പോൾ ഒരു ടെസ്റ്റ് സീരീസിലാണ് ബാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം മറന്നുപോയി കാണണം. ഗില്ലിനെ വീഴ്ത്താൻ ഇംഗ്ലീഷ് ബോളർമാർ നിരന്തരം ഇൻസിംഗറുകളും ഷോർട്ട് ബോളുകളും എറിഞ്ഞു. എന്നാൽ ഒരിക്കൽ പോലും അവർക്ക് മുന്നിൽ അയാൾ വീണുപോയില്ല. ഒടുവിൽ വിരാട് കോഹ്ലിയെ ഓർമ്മിപ്പിക്കും വിധം ജോഷ് ടങ്ങിനെ കവറിലൂടെ ബൗണ്ടറി പായിച്ച് ഗിൽ സെഞ്ചുറികൾ തൊട്ടു. ഹെഡിംഗ്ലി ഗാലറിക്ക് മുന്നിൽ അലറി വിളിച്ച നേട്ടം ആഘോഷിച്ച അയാളുടെ മുഖത്ത് എത്രമേൽ താൻ ആ സെഞ്ചുറി ആഗ്രഹിച്ചിരുന്നു എന്ന് എഴുതി വച്ചിരുന്നു. കമന്ററി ബോക്സിൽ നിന്ന് ദിനേശ് കാർത്തിക്കിന്റെ ശബ്ദം ഇടമുറിയാതെ ഒഴുകി: "There was a king in Test cricket. Now there is a prince." ക്യാപ്റ്റൻസി ഡെബ്യൂവിൽ ഇന്ത്യക്കായി സെഞ്ചുറി കുറിക്കുന്ന 5ാമത്തെ താരമാണെങ്കിൽ 3ാം വിക്കറ്റിൽ ജയ്സ്വാളിനൊപ്പം 129 റൺസിന്റെ കൂട്ടുകെട്ടാണ് അയാൾ പടുത്തുയർത്തിയത്. 52 ഓവർ പിന്നിട്ടതിന് ശേഷമാണ് ഇംഗ്ലണ്ടിന് ആ പാർട്ട്ണർഷിപ്പ് പൊളിക്കാനായത്. കോഹ്ലിക്കും രോഹിത്തിനും ശേഷം അവർ ഒഴിച്ചിട്ട ഇടങ്ങളിലേക്ക് ആര് കയറി നിൽക്കും എന്ന ചോദ്യത്തിന് ലീഡ്സ് മറുപടി പറഞ്ഞു. മറുവശത്ത് ജയ്സ്വാൾ തന്റെ സ്വതസിദ്ധമായ ശൈലിയിലായിരുന്നു. 23 വയസ്സും 174 ദിവസവുമാണ് അയാളുടെ പ്രായം. പരിചയസമ്പത്തേറെയുള്ള പലരും വിദേശ പിച്ചുകളിൽ എത്തുമ്പോൾ ക്ലൂലെസ്സായി പോകുന്ന കാഴ്ചകൾ പലവരും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ യശസ്വി വിദേശ പിച്ചുകളെ പ്രണയിച്ചവനാണ്. ഇംഗ്ലീഷ് മണ്ണിൽ ആദ്യമായാണ് അയാൾ ഒരു ടെസ്റ്റ് പരമ്പരക്കിറങ്ങുന്നത്. അതിൻ്റെ സമ്മർദ്ദങ്ങളൊന്നും അയാളുടെ തലയിൽ ഇന്നലെ ഉണ്ടായിരുന്നില്ല. ലീഡ്സിലെ ആദ്യ മത്സരത്തിൽ തന്നെ ജയ്സ്വാൾ 3 അക്കം തൊട്ടു. 4 വിദേശ ടെസ്റ്റ് പരമ്പരകളിലാണ് യശസ്വി ഇതുവരെ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞത്. അതിൽ 3ലും ആദ്യ മത്സരത്തിൽ അയാൾ സെഞ്ചുറി കുറിച്ചിട്ടുണ്ട്. ഓഫ് സൈഡിലൂടെയാണ് ഇംഗ്ലീഷ് ബാറ്റർമാരെ ജയ്സ്വാൾ ഏറ്റവും അധികം പ്രഹരിച്ചത്. അയാൾ സ്കോർ ബോർഡിൽ ചേർത്ത 101-ൽ 90 റൺസും പറഞ്ഞത് ഓഫ് സൈഡിലൂടെയായിരുന്നു. ഇംഗ്ലീഷ് ബോളർമാർ പലവരും അയാളുടെ ശരീരം ലക്ഷ്യമാക്കി പന്തെറിഞ്ഞുകൊണ്ടിരുന്നു. വലത് കൈത്തണ്ടകിലെ വേദന ചിലപ്പോഴൊക്കെ അയാൾ കടിച്ചമർത്തുന്നത് കാണാമായിരുന്നു. ഒടുവിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ 20ാം ടെസ്റ്റ് മത്സരത്തിൽ യശസ്വി തൻ്റെ 5ാം സെഞ്ചുറി കുറിച്ചു. അണ്ടർ 19 ലോകകപ്പിൽ 2 വർഷത്തെ വ്യത്യാസത്തിൽ ഇന്ത്യൻ സംഘത്തിലെ ടോപ്പ് സ്കോറർമാരായ 2 യങ് സെൻസേഷനുകൾ. T20 യുഗത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യൻ നിരയിലെ അനിശ്ചിത സാന്നിധ്യങ്ങളായി മാറിയവർ. ഇപ്പോഴിതാ ടെസ്റ്റ് ക്രിക്കറ്റിലും അവർ രാജ്യത്തിൻ്റെ ബാറ്റൺ കയ്യിലെത്തുന്നു. ഹെഡിംഗ്ലിയിൽ ആദ്യ ദിനം അവസാനിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിലർ ഇങ്ങനെ കുറിച്ചു: "നോ കോഹ്ലി, നോ രോഹിത്, നോ പ്രോബ്ലം ഫോർ ഇന്ത്യ."